നമസ്കാരം. തനിക്കെതിരെയുള്ള ബലാത്സംഗ പരാതികൾക്ക് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. ലൈംഗിക പീഡന പരാതികളിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തനിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും പാർട്ടിക്കുള്ളിലല്ല പുറത്താണ് ഗൂഢാലോചന നടന്നതെന്നും രാഹുൽ ആരോപിക്കുന്നു. പരാതി ഉന്നയിച്ചവർ തെളിവായി നിർത്തുന്ന ചാറ്റുകളുടെ പൂർണ്ണരൂപം പുറത്തുവിടണമെന്നും രാഹുൽ വെല്ലുവിളിച്ചു. നിലവിൽ പുറത്തുവരുന്നത് ചാറ്റുകളിലെ ചില ഭാഗങ്ങൾ മാത്രമാണ്. സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്ത ഭാഗങ്ങൾ പ്രചരിപ്പിച്ച് തന്നെ വേട്ടയാടുകയാണ്. പുറത്തുവിട്ട മെസ്സേജുകൾക്ക് മുകളിലും താഴെയുമുള്ള 5 മെസ്സേജുകൾ വീതം കൂടി പുറത്തുവിടാൻ പരാതിക്കാർ തയ്യാറുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ഇന്നത്തെ ദിവസം വരെ ഏതെങ്കിലും ഒരു സ്ത്രീയെ അവരുടെ അനുവാദമോ താല്പര്യമോ ഇല്ലാതെ ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും നൽകിയിട്ടില്ല. അത്തരം അധാർമികത ഉയർത്തിപ്പിടിക്കുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഈ കേസുകളിൽ ജയിലിൽ പോകില്ലെന്ന് ഉറപ്പായിരുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. ഓരോ പരാതിക്കാരെയും പേരെടുത്ത് പരാമർശിച്ചുകൊണ്ടും രാഹുൽ മാങ്കൂട്ടൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങളെ പ്രതിരോധിച്ചു. ആദ്യമായി ആരോപണം ഉന്നയിച്ച റിനി ആൻ ജോർജിന്റെ പരാതിയിൽ വൈരുദ്ധ്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റിനിയെ പരിചയപ്പെട്ട് വെറും 24 മണിക്കൂറിനുള്ളിൽ താൻ ഹോട്ടലിലേക്ക് വിളിച്ച് അപമര്യാദയായി പെരുമാറി എന്നാണ് ആരോപണം. എന്നാൽ താൻ റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടോ എന്നും ഉണ്ടെങ്കിൽ അതിന് റിനി നൽകിയ മറുപടി എന്തായിരുന്നു എന്നും കൂടി ജനങ്ങൾ അറിയേണ്ടതുണ്ട്. ആ ചാറ്റുകളുടെ പൂർണ്ണരൂപം പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാക്കിയാൽ സത്യം പുറത്തുവരുമെന്നും രാഹുൽ വ്യക്തമാക്കി. പരാതി നൽകിയവരിൽ തന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് അടുത്ത സുഹൃത്തായിരുന്ന എം.എ. ഷഹനാസിന്റെ നിലപാടാണെന്നും രാഹുൽ പറഞ്ഞു. മുൻപ് തന്നെ പിന്തുണച്ചിരുന്ന വ്യക്തിയാണ് ഷഹനാസ്. താൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാകാൻ ആഗ്രഹിച്ചതും ആ പദവിയിലെത്തിയപ്പോൾ അഭിനന്ദിച്ചതും ഷഹനാസാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് തന്നോട് നേരിട്ട് ആവശ്യപ്പെട്ട സുഹൃത്തു കൂടിയാണ് അവർ. കർഷക സമരകാലത്ത് മോശമായി പെരുമാറി എന്ന് പറയുന്ന ഷഹനാസ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ പോലും ഈ വിഷയത്തിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ തനിക്ക് ഉപദേശം നൽകിയിരുന്നുവെന്നും രാഹുൽ വെളിപ്പെടുത്തി. തനിക്ക് ചുട്ട മറുപടി നൽകിയെന്ന് അവകാശപ്പെടുന്ന ഷഹനാസ് ആ മറുപടി കൂടി പുറത്തുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സാമ്പത്തിക ചൂഷണം നടത്തിയെന്ന അതിജീവിതയുടെ 3ാം പരാതിയും രാഹുൽ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. തനിക്ക് ഫ്ളാറ്റ് വാങ്ങിത്തരാൻ ആവശ്യപ്പെട്ടു എന്നതും അതിജീവിത ചെരുപ്പ് വാങ്ങിത്തന്നു എന്നതുമായ ആരോപണങ്ങൾ തികച്ചും വസ്തുതാവിരുദ്ധമാണ്. തന്നെ ജയിലടയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു 3ാമത്തെ പരാതി ഉണ്ടായതെന്നും അദ്ദേഹം ആരോപിച്ചു. തെളിവായി പ്രചരിക്കുന്ന ചാറ്റുകളിലെ വെറും 5 മെസ്സേജുകൾക്ക് മുകളിലേക്കും താഴേക്കും എന്താണെന്ന് വ്യക്തമാക്കാൻ തയ്യാറുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ഓരോ കാര്യത്തിലും താൻ നിരപരാധിയാണെന്നും വ്യാജമായ കഥകൾ മെനയുകയാണെന്നുമാണ് രാഹുലിന്റെ നിലപാട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇതുവരെ പോയി കണ്ടിട്ടില്ലെന്നും രാഹുൽ പറഞ്ഞു. തന്നെ കേൾക്കുന്നതിന് മുൻപ് നടപടിയെടുത്തതിൽ സങ്കടമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വി.ഡി. സതീശൻ എന്നെ സംരക്ഷിക്കുന്നെന്ന് ആരോപിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കാണ് മാർച്ച് നടക്കുന്നത്. അദ്ദേഹത്തിന് ബോധ്യങ്ങളുണ്ടെങ്കിൽ എന്റെ ഭാഗം പറയാൻ ഞാൻ തയ്യാറാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെന്നും ഏത് അന്വേഷണത്തെയും സധൈര്യം നേരിടുമെന്നും ഒന്നിൽ നിന്നും ഒളിച്ചോടില്ലെന്നും പറഞ്ഞാണ് അദ്ദേഹം തന്റെ പ്രതികരണം അവസാനിപ്പിച്ചത്.